തണലിനെ സംബന്ധിച്ചിടത്തോളം 2008 ആരംഭിച്ച തണലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ളൊരു ദിവസമാണ് ഇന്ന്. ഞാൻ വല്ലാതെ വർത്തമാനം പറയുന്നില്ല, കാരണം നേരത്തെ കുറച്ച് സമയം ഡോക്ടർ അഷീലിനെ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഒരു റൈറ്റ് പാത്തിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ള അതിനുശേഷമുള്ള ഡോക്ടർ അഷീലും നമ്മുടെ അഹമ്മദിക്കായിട്ടുള്ള ഒരു കുഞ്ഞു മീറ്റിംഗ് പുറത്ത് നടന്നപ്പോഴാണ് അതിൻ്റെ മറ്റൊരു സാധ്യത പൊങ്ങി വന്നത്. എന്തുകൊണ്ട് WHO കൊലാബറേഷൻ, എന്തുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലുള്ള ഈ പറയപ്പെടുന്ന ഡിസബിലിറ്റി സെക്ടറിന് ഈ മക്കളെ, സ്വാഭാവികമായിട്ടും എൻ്റെ അറിവ് പറഞ്ഞാൽ 2,37,00,000 മക്കൾ ഇന്ത്യയിലുണ്ട്, 9 ലക്ഷം മക്കൾ കേരളത്തിലുണ്ട്. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കിട്ടാത്ത ആ മോനെ സംബന്ധിച്ചിടത്തോളം JDTയിൽ പഠിക്കുന്ന ആ പയ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത് അവൻ്റെ ഉമ്മ അവനോട് ഇടക്ക് പറയണത് പോലെ, എനിക്ക് മനസ്സിലായത് പറഞ്ഞിട്ടുണ്ടോയെന്നല്ല, ഞാൻ സൈഡിൽ നിൽക്കായിരുന്നു, മോനെ നിനക്ക് ഇവളെ പോലെ, അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ, ഇവളെ പോലെ നടക്കണ്ടേ എന്നൊക്കെ അവൻ ആ സമയത്ത് അവനോട് പറയുകയും അവനത് മനസ്സിലാവാതെ കൈയടിക്കുകയും, മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, മനസ്സിലാവുണ്ടാവില്ലല്ലോ, സ്വാഭാവികമായിട്ട് അവന് മനസ്സിലാവില്ല. അവൻ ആ മിഷനിലേക്ക് കയറ്റിയ സമയത്ത് ഒരു പാരൻറ്റ് തൊട്ടടുത്ത അവൻ്റെ സഹോദരിയെ കാണിച്ചുകൊണ്ട്, അവനേക്കാൾ ചെറുതായ സഹോദരിയെ കാണിച്ചുകൊണ്ട് അവനോട് ആംഗ്യത്തിൽ പറയുന്നു, മോനെ നിനക്ക് ഇവളെ പോലെ നടക്കണ്ടേ, കാരണം അത് ആ പ്രോസസ്സ് അബദ്ധാവരുത് എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട. ഇത് തന്നെയാണ് നമുക്കും വേണ്ട ഒരു സംഗതി. എന്തുകൊണ്ട് തണൽ ഇത്തരം ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങി എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ പറയപ്പെടുന്ന മക്കൾ ഇൻഡിപെൻഡൻ്റായി നാളെ, ഇതാ ഷതയുടെ വാപ്പയാണ് കയറിയിരുന്നത്, ഷതയുടെ വാപ്പ കാരണം തുടങ്ങിയ പ്രസ്ഥാനമാണ് 2008 അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടൊരു പണിയും ചെയ്യുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനായിരുന്നു ഭിന്നശേഷി മേഖലയിലേക്ക് ആദ്യമായി തണൽ കാലെടുത്ത് വെച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ 17 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ, കേരളത്തിലാണ് പ്രധാനമായിട്ടുള്ള 40-ലധികം സ്ഥാപനങ്ങൾ, 5000-ലധികം മക്കൾ ജീവിതത്തിലേക്ക് വരുന്നതിനിടയിലാണ് കാശില്ലാത്ത സമയത്തും ഇങ്ങനെയൊരു സാധ്യത നമ്മുടെ ജെൻ റോബോട്ടിക്സിൻ്റെ ആ പയ്യന്മാർ കണ്ണൂരിലെ ഒരു അഡൽട്ട് റോബോട്ടിക്സിൻ്റെ ഒരു സംഗതി ആദ്യം തന്നെ വില പറഞ്ഞു വെച്ച 4-5 കോടിയോളം വരുന്ന ഒരു വലിയൊരു എക്യുപ്മെൻറ്റിന് വില പറഞ്ഞു വെച്ചപ്പോഴാണ് ഈ ചെറിയ പയ്യന്മാർ വരുന്നത്. എന്തുകൊണ്ട് വലിയ തുക നമുക്കിത്തരമൊരു സംഗതി ഇന്ത്യയിൽ തന്നെ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം വരുന്നു. ഓൾറെഡി ഗവൺമെൻറ് ഓഫ് കേരള അവരെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കണതൊക്കെ കണ്ടപ്പോഴാണ് നമ്മളതും ഒരു ജെന്യൂനാണ് വിചാരിച്ച് 1.5 വർഷം മുമ്പ് കണ്ണൂരേക്ക് അഡൽട്ടിൻ്റെ സംഗതി വെച്ചത്. അതിൻ്റെ 1/3 കാശിന് വേണ്ടി അവിടെ വെച്ചപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് എന്തുകൊണ്ട് പീഡിയാട്രിക് സംഗതി ചെയ്തുകൂടാ എന്ന് അവരോട് ചോദിക്കുന്നതും ഇത്തരമൊരു സംഗതിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞൊരു വർഷം മുമ്പ് ഈ ഒരു പ്രോസസ്സ് അവർ ആരംഭിക്കുകയും ചെയ്തത്. അതാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായത്. എനിക്ക് എൻ്റെ പ്രോസസ്സ് എന്നുള്ളത് ഈ പറയുന്ന പോലെ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും, ഓരോരോ ആളുകളെയും പേരെടുത്ത് പറയണില്ല. നമുക്ക് ഡോക്ടർ അഷീലുണ്ട്. ഡോക്ടർ അഷീലിനെ കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് വളർന്നതുകൊണ്ടാണ് നിങ്ങളുടെ പൊസിഷനെ നമ്മൾ വേണ്ടതുപോലെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് ഇന്ന് കഴിയാതിരുന്നത്. ഇന്ന് അദ്ദേഹത്തോട് തന്നെ ഇവിടെയുണ്ട്, ഇദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞതാണ്, ഡോക്ടർ അഷീൽ നമ്മുടെ മുമ്പിൽ നിന്ന് വളർന്ന് ഉയർന്ന് വന്ന് ഇന്ന് WHO ഡിസബിലിറ്റിയുടെ ഇന്ത്യയുടെ ചാർജുള്ള ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഈ ഭിന്നശേഷി മേഖലയിൽ അതിഗംഭീരമായി ഡോക്ടർ നവീൻ റീസെൻ്റ്ലി, അതിൻ്റെ ഒരു സംഗതി കൂടി പറയണത്, ഡോക്ടർ നവീൻ റീസെൻ്റ്ലി USA MPH കഴിഞ്ഞ് പുറത്തൊക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇന്ത്യ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ നവീൻ അഹമ്മദ്ക്കാട് പറയുന്നത് ഞാൻ കേട്ടത്, അവിടെ ഇരുന്ന് ലോകത്തിലെ എല്ലാ രാജ്യക്കാരുടെ ഇടയിലും നാടിലെ പ്രശ്നങ്ങളും എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ചർച്ച വന്നപ്പോൾ ആഫ്രിക്കയെ ആദ്യം മനസ്സിൽ കണ്ട ഡോക്ടർ നവീൻ ആ ചർച്ചയുടെ ഇടയിൽ നിന്ന് വളരെ കൃത്യമായ ഒരു സംഗതിയിലേക്ക് എത്തുന്നു. ഇടപെടേണ്ടത് ഇന്ത്യയിലാണ്, പണിയെടുക്കേണ്ടത് ഇന്ത്യയിലാണ്, കപ്പാസിറ്റി അത് താഴേക്ക് ഇറക്കേണ്ടത് ഇന്ത്യയിലാണ് എന്ന തിരിച്ചറിവിന് പുറത്ത് അദ്ദേഹം വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ ഹെൽത്ത് സെക്ടറിലേക്ക് കൂടുതൽ ഇറങ്ങാൻ വേണ്ടി നമുക്കും കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും അഹമ്മദ്ക്കെക്കുറിച്ച് സ്വപ്നം കാണാൻ, ഇത്തരമൊരു നല്ല മുതലാളി സ്വപ്നം കണ്ടാൽ ലോകത്തോളം വളരുമെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് മുതലാളി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തുന്നതിനനുസരിച്ച് അതോടൊപ്പം തന്നെ നാട്ടിലെ, അതൊരു കേരളമോ അദ്ദേഹത്തിൻ്റെ അരിക്കുളം ഗ്രാമമോ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു ഗ്ലോബലി വേൾഡ് മൊത്തം കണ്ടുകൊണ്ട്
പട്ടിണി മാറ്റാൻ വേണ്ടി ഹങ്കർ ഫ്രീ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കുകയും അത് തണലിനോട് നടത്താവൂ എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഏറ്റെടുത്തു എന്ന് നമ്മൾ പറയുകയും ചെയ്ത ഒരു മുതലാളി. സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെയുള്ള അൻവർ സാർ ആവട്ടെ, അഷ്റഫ് സാർ ആവട്ടെ, മോഹൻദാസ് സാർ ആവട്ടെ, ഈ മനുഷ്യരൊക്കെ കാണിച്ചു തന്ന പാതയിലാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നോട്ടേക്ക് പോയത്. അപ്പം അവസാനിപ്പിക്കുകയാണ്. ഇതൊരു വലിയ ഒരു സാധ്യതയുടെ ദിവസമാണ് ഇന്ന്. സാധ്യത എന്തേ എന്ന് ചോദിച്ചാൽ അതെനിക്ക് തോന്നുന്നു ഡോക്ടർ അഷീലായിരിക്കും പറയുക. ആ സാധ്യത എന്തേ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാത്ത, നമ്മുടെ കയ്യിലല്ലാത്ത ഒരു പുതുതലമുറയുടെ ടെക്നോളജിയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ പറയപ്പെടുന്ന മക്കളെ ആ ഉമ്മ അനിയത്തിയെ കാണിച്ച് മൂത്തവനോട് ഇവനെ പോലെ നടക്കണ്ടേ എന്ന് ചോദിച്ച ആ സൗന്ദര്യമുള്ള ആംഗ്യത്തിനെ സാക്ഷാത്കരിക്കാൻ ഇന്നിൻ്റെ ദിവസം ഇതിൻ്റെ കൂടെ കഴിയട്ടെ എന്നും ഈ വിപ്ലവത്തിന് തുടക്കമാവാൻ നമുക്ക് ഈയൊരു ഓഡിറ്റോറിയത്തിന് കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം കൂടി വെച്ചുകൊണ്ട് ഇത് പരമാവധി നാട് മുഴുവൻ ആർക്കും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായി, അതിൻ്റെ ഒരു SOP ആയി പുറം ലോകത്തേക്ക് എത്തിക്കാൻ തണൽ ഉണ്ട് എന്ന ബോധ്യത്തിനനുസരിച്ച് മുഴുവൻ ആളുകളെയും, അക്ബർ ഷെരീഫ് സാറുണ്ട്, ബാക്കി എല്ലാവരുടെ പേരും ഞാൻ പറഞ്ഞു. ഇത്തരമൊരു CME എനിക്ക് തോന്നുന്നു ഡോക്ടർ ജസ്നയും ഡോക്ടർ ദിൽഷത്തൊക്കെ പ്ലസ് ഷാഹിദ് അടക്കമുള്ള ഇവിടെയുള്ള ടീം കുറേ കാലമായി ആഗ്രഹിച്ച അല്ലേ യാഥാർത്ഥ്യമാവാതെ, അതിനിടയിലാണ് IAP വരികയും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും ചെയ്ത്. അപ്പോൾ IAPക്കാരുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു CME യാഥാർത്ഥ്യമാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയും കൂടി അനുവാദത്തോടു കൂടി അഷീൽ സാറ് സ്റ്റാർട്ട് ചെയ്ത CME. നമുക്കിനി അടുത്തത് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഡോക്ടർ അഷീൽ ആദ്യം സംസാരിച്ചു എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അതിന് ശേഷമാണ് അമക സംസാരിക്കാൻ വേണ്ടി വരുന്നത്. അമകയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മുതലാളി. ആ മുതലാളിയുടെ കയ്യിൽ ദൈവം കുറേ വെൽത്തും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ആ വെൽത്ത് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഗ്ലോബലി കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് ചെലവഴിക്കുന്നത്. എന്തായാലും അമക്കയാണ് ഈ പറയുന്ന പോലെ ഇക്രയാവട്ടെ അല്ലേ, അൻവർ സാർ പോയോ? ഇക്രയാവട്ടെ, ഇതിൻ്റെ പേര് ഇക്ര തണലാട്ടോ. ഇക്രയും തണലും കൂടിയുള്ള ഒരു സംരംഭമാണ്. ഇക്രയാവട്ടെ, തണലാവട്ടെ, JDT ആവട്ടെ, മുന്നോട്ടുള്ള പോക്കിൽ എല്ലാ അർത്ഥത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്ന അമക്കെ ആദരപൂർവ്വം ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട റോബോട്ടിക്സിൻ്റെ വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട സംസാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അമക്കയുടെ മുമ്പിൽ ഡോക്ടർ അഷീൽ ഒരു സംഗതി കൂടി ഇട്ടുകൊടുത്തിരുന്നു. ഡിസബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിനെ, അതായത് ആളുകൾ വല്ലാതെ ശ്രദ്ധിക്കാത്ത ഈ ഒരു സെക്ടറിനെ ഗ്ലോബലി ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതകൾ കൂടിയാണ് ഡോക്ടർ അഷീൽ മുന്നോട്ട് വെച്ചത്. അമക്കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.